10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്ന തലേ ദിവസം എല്ലാ അമ്മമാർക്കും ഒരു ടെൻഷൻ കാണും കേട്ടോ. എനിക്കും ടെൻഷനുണ്ട്. എന്നെക്കാളും 10 ഇരട്ടി പേടിതായി ഇവനാണ് കേട്ടോ. പരീക്ഷ എഴുതിയ അന്നോട്ടേ പറഞ്ഞ എനിക്ക് ഫിസിക്സ് തോറ്റു പോകുന്ന പേടിയാണ്, എനിക്ക് എന്താ ഒന്ന് അറിഞ്ഞു. തോറ്റു കഴിഞ്ഞാൽ അമ്മയ്ക്ക് നാണക്കേടാണ്, എനിക്ക് നാണക്കേടാണ്. അതുകൊണ്ട് ഞാൻ കടലിൽ ചാടുന്ന അടുത്ത് പറഞ്ഞ് കടലിൽ ചാടാനാണെങ്കിൽ വാ തലേ ദിവസമേ നിന്നെ കൊണ്ട് കടലൊക്കെ ഒന്ന് ഫുള്ള് കാണിച്ചിരാന്ന് പറഞ്ഞ് ഞാൻ ഇവന്റെ ടെൻഷനൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഇവനെയും കൊണ്ട് തലേ ദിവസം ബീച്ചിലൊക്കെ പോയിരുന്നിട്ടാ. ഇവനത് തമാശക്ക് പറഞ്ഞെങ്കിലും എന്റെ ഉള്ളിൽ അതൊന്ന് കൊണ്ടായിരുന്നിട്ടാ. അതൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഒരു വിഷയം പോയാൽ എന്താണ് നമുക്ക് സേ എഴുതിയെടുക്കാം, നീ ടെൻഷൻ ആവാതിരിന്നൊക്കെ പറഞ്ഞ് ഒന്ന് കൂളാക്കാൻ വേണ്ടി കൊണ്ടുപോകാനട്ടാ. പോയപ്പോ ഇവരിൽ നിന്ന് കുറച്ച് മീനൊക്കെ വാങ്ങി സുഖമായിട്ട് വീട്ടിൽ പോയി സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞ് ഉറങ്ങിയിട്ട് രാവിലെ ആയപ്പോ എനിക്ക് നല്ല ടെൻഷൻ ആയിട്ടാ. പക്ഷെ ഞാനത് കാണിച്ചില്ല. 2:30 തൊട്ടേ ഫോൺ നോക്കി ഇരിപ്പായിരുന്നു. ഇവനാണെങ്കിൽ റിസൾട്ട് വരാൻ സമയത്ത് ഇറങ്ങി ഓടിക്കളഞ്ഞിട്ടാ കൂട്ടുകാരുടെ പോയി നോക്കാന്ന്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്ന എല്ലാ വിഷയത്തിനും നല്ലപോലെ പാസ്സായിട്ടുണ്ട്. അപ്പൊ എനിക്ക് സന്തോഷമായി. ഇതിലൊക്കെ വിഷയം പോയ മക്കളുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് വിഷമിക്കണട്ടാ. നമ്മളെ ജീവിതം നിർണ്ണയിക്കുന്നതല്ല 10ാം ക്ലാസ്സിലെ മാർക്ക്. ജസ്റ്റ് +1 കയറുമ്പോഴത്തേക്ക് മാർക്കാണ് അത്ര കേട്ടോ. ഇതിൽ ഫുൾ A+ വാങ്ങിയത് പോലും ഇന്ന് വീട്ടമ്മമാരെ പോലെ ഇരിക്കുന്ന പലരും എനിക്കറിയാം കേട്ടോ. അപ്പൊ അന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ.